ഹായ് പ്രിയമുള്ളവരെ, ഉബൈദുള്ളയാണ്. മോട്ടിവേഷൻ സ്പീക്കറാണ്, കൗൺസിലറാണ്. ഇന്ന് പറയാനുള്ളത് ബഹുമാനപൂർവ്വം അധ്യാപകരോടാണ്. ഓരോ അധ്യാപകരും ഈ കാര്യങ്ങൾ കേൾക്കണേ. ഇതിലുള്ള കാര്യ ഗൗരവം ഉൾക്കൊള്ളണേ, വിലയിരുത്തണേ. പറയാനുള്ളത്, ദക്ഷിണാഫ്രിക്കയിലെ ഒരു യൂണിവേഴ്സിറ്റി കവാടത്തിൽ അർത്ഥവത്തായ ചില വരികൾ എഴുതി വെച്ചതായിട്ട് പറയപ്പെടുന്നു. എന്താണ് വരികൾ അറിയോ? ഒരു രാജ്യത്തെ തകർക്കാൻ മിസൈലുകളുടെയോ അണുബോംബുകളുടെയോ ആവശ്യമില്ല. ആ രാജ്യത്തെ വിദ്യാഭ്യാസത്തെ തകിടം മറിച്ചാൽ മതി. എന്ന് വെച്ചാൽ പരീക്ഷയ്ക്ക് കോപ്പി അടിക്കാൻ സമ്മതിച്ചാൽ മതി എന്ന് അർത്ഥം. ഇങ്ങനെ കോപ്പി അടിച്ച് വിജയിക്കുന്ന ഒരുപാട് ഡോക്ടർമാരാൽ ആ രാജ്യത്തെ ഒരുപാട് രോഗികൾ കൊല്ലപ്പെടുന്നു. ഇങ്ങനെ കോപ്പി അടിച്ച് വിജയിക്കുന്ന ഒരുപാട് എഞ്ചിനീയർമാരാൽ ആ രാജ്യത്തെ ഒരുപാട് ബിൽഡിങ്ങുകൾ തകർന്നു വീഴുന്നു. ഇങ്ങനെ കോപ്പി അടിച്ച് വിജയിക്കുന്ന ഒരുപാട് മതപണ്ഡിതന്മാരാൽ ആ രാജ്യത്തെ സമാധാനം നഷ്ടപ്പെടുന്നു. ഇങ്ങനെ കോപ്പി അടിച്ച് വിജയിക്കുന്ന ഒരുപാട് സാമ്പത്തിക വിദഗ്ധരാൽ ആ രാജ്യത്തെ സാമ്പത്തിക നില തകർന്നു വീഴുന്നു. അങ്ങനെ ആ രാജ്യം സ്വയം നശിക്കപ്പെടുന്നു. എന്താണ് ഈ കാര്യം ഇവിടെ പറയാനുള്ള കാരണം അറിയും? ഈ അടുത്ത് പരീക്ഷയ്ക്ക് കോപ്പി അടിച്ചതുമായി ബന്ധപ്പെട്ട് ഒരു പൊന്നുമോള് ആത്മഹത്യ ചെയ്ത വാർത്ത നമ്മളെല്ലാവരും കണ്ടു കാണും. അതിനെക്കുറിച്ചുള്ള വിവിധങ്ങളായ വോയിസുകൾ സോഷ്യൽ മീഡിയയിൽ നമ്മൾ കേൾക്കാനിടയായി. അതിൽ ഭൂരിഭാഗം പ്രതിസ്ഥാനത്ത് അധ്യാപകരാണ്. എന്നാൽ മുൻകാലങ്ങളിലും ഇതുപോലെ ഒരുപാട് മക്കളെ കോപ്പി അടിച്ചതിൻ്റെ പേരിൽ പിടിക്കപ്പെട്ടിരുന്നു. ക്ലാസ്സിൽ നിന്നും പുറത്താക്കപ്പെട്ടിരുന്നു. രക്ഷിതാവിനെ വിളിച്ച് താക്കീത് ചെയ്തിരുന്നു. പഠിക്കാത്തതിൻ്റെ പേരിൽ ഒറ്റക്കാലിൽ നിർത്തിയിരുന്നു. ബെഞ്ചിൽ കയറ്റി നിർത്തിയിരുന്നു. ചൂരൽ കഷായം, ചൂരൽ പ്രയോഗം ഏൽപ്പിച്ചതിൻ്റെ പാടുകൾ വീട്ടിലെത്തി അമ്മ കുളിപ്പിക്കുമ്പോൾ ആ കുട്ടിയുടെ തുടകളിൽ പ്രത്യക്ഷമായിരുന്നു. എന്നിട്ട് പോലും ഒരു രക്ഷിതാവും അധ്യാപകന് നേരെ ചീത്ത വിളിക്കാനോ പരാതി പറയാനോ നിയമ നടപടിക്ക് ഒരുങ്ങാനോ തയ്യാറായിട്ടില്ല. കാരണം അന്നത്തെ ഓരോ രക്ഷിതാവിനും ഉറച്ച ബോധ്യമുണ്ടായിരുന്നു, എൻ്റെ കുഞ്ഞ് അധ്യാപകനിൽ നിന്നും അടി വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിന് തക്കതായ കാരണമുണ്ടാവുമെന്ന്. എന്നാൽ ഇപ്പോഴത്തെ പല രക്ഷിതാക്കളുടെയും അവസ്ഥ എന്താണ്? തൻ്റെ മക്കളെ പഠിക്കാത്തതിൻ്റെ പേരിൽ ഒന്ന് ശകാരിച്ചാൽ അല്ലെങ്കിൽ ചെറുതായിട്ടൊന്ന് ശിക്ഷിച്ചാൽ അതിൻ്റെ പേരിൽ അധ്യാപകന് നേരെ തിരിയുന്ന കാലമാണിപ്പോൾ. അന്നൊന്നും കുട്ടികൾക്ക് അധ്യാപകർ ചീത്ത പറഞ്ഞാൽ അല്ലെങ്കിൽ ചെറുതായിട്ടൊന്ന് ശിക്ഷിച്ചാൽ, നല്ലവണ്ണം ചൂരൽ പ്രയോഗം നടത്തിയാൽ പോലും പരാതിയില്ലായിരുന്നു. ഇപ്പോഴത്തെ മക്കൾക്ക് എന്തുകൊണ്ട് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല? ഇപ്പോഴത്തെ മക്കള് വളർന്നു വരുന്നത് അമിത ലാളനയിലാണ്. ആ മക്കൾ വളർന്നു വരുന്ന ഘട്ടത്തിൽ പ്രയാസം എന്താ, സങ്കടം എന്താ, വേദന എന്താ ഒരു കുട്ടിയും അനുഭവിക്കുന്നില്ല, തിരിച്ചറിയുന്നില്ല. അത്രയും അവർക്ക് ഇഷ്ടമുള്ളതുപോലെ വളരാനുള്ള സ്വാതന്ത്ര്യമാണ് പല വീട്ടിലും മക്കൾക്ക് കൊടുക്കുന്നത്. ഇതിനെക്കുറിച്ച് ഞാൻ ഒരു കഥ പറയാം. അയൽവാസികളായ രണ്ട് സുഹൃത്തുക്കൾ ഒരേ തരത്തിൽപ്പെട്ട ഓരോ മാവിൻ തൈകൾ വാങ്ങിച്ചു. രണ്ടുപേരും അവിടെ രണ്ടുപേരുടെയും വീട്ടുവളപ്പിൽ അത് കുഴിച്ചിട്ടു. അതിലൊരാൾ ദിവസം 4-5 പ്രാവശ്യം വെള്ളം ഒഴിച്ചു കൊടുത്തു. മറ്റേ ആൾ ഉണങ്ങിപ്പോവാതിരിക്കാൻ വേണ്ടി മാത്രം വല്ലപ്പോഴും വെള്ളം ഒഴിച്ചു കൊടുത്തു. വർഷങ്ങൾ കടന്നുപോയി. രണ്ടാളുടെയും മാവിൻ തൈകൾ വളർന്ന് വലിയ വൃക്ഷമായി മാറി, ഫലം കായ്ക്കാൻ തുടങ്ങി. അങ്ങനെ ഒരിക്കൽ രാത്രി കാറ്റടിച്ചപ്പോൾ നല്ലവണ്ണം നനച്ചുണ്ടാക്കിയ ആടെ മാവത വേരോടെ അടിപുഴകി വീണിരിക്കുന്നു. അയൽവാസിയുടെ മാവിനൊരു കുഴപ്പമില്ല. ഇത് കണ്ടപ്പോൾ അയാൾക്ക് വലിയ പ്രയാസമായി. അദ്ദേഹം ചെന്ന് ചോദിച്ചു, സഹോദര, നമ്മൾ രണ്ടുപേരും ഒരേ തരത്തിൽപ്പെട്ട മാവിൻ തൈ ഒരേ കടയിൽ നിന്ന് ഒരേ ദിവസമല്ലേ വാങ്ങിച്ചത്, ഒരേ ദിവസമല്ലേ നട്ടത്? ഞാൻ എൻ്റെ മാവ് വളരാൻ വേണ്ടി എത്രയോ വെള്ളം ഒഴിച്ചു കൊടുത്തു. ദിവസം 4-5 പ്രാവശ്യം വെള്ളം ഒഴിച്ചു കൊടുത്തു. അതിന് വേണ്ട വളമെല്ലാം ഇട്ടുകൊടുത്തിരുന്നു. നീയോ ഒരു ദിവസം പലപ്പോഴും ഉണങ്ങിപ്പോവാതിരിക്കാൻ വേണ്ടി മാത്രമല്ലേ വെള്ളം ഒഴിച്ചു കൊടുത്തത്. എന്നിട്ടും എൻ്റെ മാവ് കിടക്കുന്ന കിടപ്പ് കണ്ടില്ലേ, നിന്റെ മാവിന് കുഴപ്പമില്ലല്ലോ. ഇത് കേട്ടപ്പോൾ ആ സഹോദരൻ പറഞ്ഞു, സുഹൃത്തെ, ഞാൻ ചെയ്തതെന്താ? എൻ്റെ മാവിൻ തൈ ഉണങ്ങിപ്പോവാതിരിക്കാൻ വേണ്ടി മാത്രം വെള്ളം ഒഴിച്ചു കൊടുത്തു. ബാക്കി അതിന് വേണ്ടുന്ന ജലാംശം അതിൻ്റെ വേരുകൾ മണ്ണിൻ്റെ അടിയിലൂടെ
പല ഭാഗം സഞ്ചരിച്ചിട്ട് കണ്ടെത്തി. ആയതുകൊണ്ട് തന്നെ ആ വേരുകൾ സഞ്ചരിച്ച മണ്ണിലെല്ലാം നല്ല പിടുത്തമായി എൻ്റെ മാവ് വളർന്നു വലുതായപ്പോൾ എൻ്റെ മാവിന് ഒരു കാറ്റ് അടിച്ചാലൊന്നും വീഴില്ല. കാരണം എൻ്റെ മാവിൻ്റെ വേരുകൾ ആ മണ്ണിലൊക്കെ പിടുത്തമായിട്ടുണ്ട്. എന്നാൽ നീ ചെയ്തതോ, ദിവസം 4-5 പ്രാവശ്യം അതിൻ്റെ ചുവട്ടിൽ വെള്ളം ഒഴിച്ചു കൊടുത്തപ്പോൾ നിന്റെ മാവിൻ്റെ വേരുകൾ ജലം തേടി എവിടെയും സഞ്ചരിച്ചില്ല. അതുകൊണ്ടാണ് ഒരു കാറ്റടിച്ചപ്പോഴേക്കും നിന്റെ മാവ് കടപുഴകി വീണത്. ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, മക്കളെ വളർത്തുമ്പോഴും ഇങ്ങനെയാണ്. അമിതമായ ലാളനയിൽ വളർത്തി കഴിഞ്ഞാൽ ആ മക്കള് സഞ്ചരിക്കുന്ന വഴിയിൽ ചെറിയൊരു പ്രതിസന്ധി ഘട്ടം വന്നാൽ അവർ തളർന്നു പോവും, തകർന്നു പോവും. അത് അതിജീവിച്ച് മുന്നോട്ട് പോകാനുള്ള ഒരു കരുത്ത് അവർക്ക് ഉണ്ടാവില്ല. അതാണ് ഇവിടെയും സംഭവിക്കുന്നത്. ഈ ഒരു കുട്ടി മാത്രമല്ല, ഈ അടുത്ത് നമ്മൾ നിരവധി നിസ്സാര കാര്യങ്ങൾക്ക് വേണ്ടി പല മക്കളും ആത്മഹത്യ ചെയ്ത വാർത്ത നമ്മൾ കണ്ടതാണ്, കേട്ടതാണ്. ഇവിടെയൊക്കെ പറയാനുള്ളത് ഒറ്റ കാരണമാണ്, മക്കൾ വളർന്നു വരുന്നത് അമിതമായ ലാളനയിലാണ്. ആയതുകൊണ്ട് അധ്യാപകരോട് പറയാനുള്ളത്, നിങ്ങളുടെ കൺമുമ്പിലിരിക്കുന്ന മക്കള് നന്നായി കാണണമെന്ന ചിന്തയാണ് ഓരോ അധ്യാപകർക്കുള്ളത്. അതിന്റെ പേരിലാണ് നിങ്ങൾ ശാസിക്കുന്നതും ശിക്ഷിക്കുന്നതും. ഈ അടുത്ത് പത്രത്തിൽ വന്നൊരു വാർത്ത ഉണ്ട്, കോടതിയുടെ നിരീക്ഷണമാണ്. അച്ചടക്കത്തിന്റെയും പഠനത്തിന്റെയും ഭാഗമായി നൽകുന്ന ശിക്ഷകൾ അധ്യാപകരെ തുറുങ്കിലടക്കാനുള്ള അവസരമായി കുട്ടികൾ കാണുന്നു. ഞാൻ പറഞ്ഞതല്ല, ഹൈക്കോടതി നിരീക്ഷിച്ചതാണ്. ക്രിമിനൽ കേസും തടവറയും ഭയന്ന് കുട്ടികൾക്ക് ക്ലാസ് എടുക്കേണ്ട അവസ്ഥയാണ് അധ്യാപകർക്ക് ഉള്ളതെന്ന് ഹൈക്കോടതി. ഇതേ നില തുടരുകയാണെങ്കിൽ അച്ചടക്കമുള്ള പുതിയ തലമുറയെ എങ്ങനെ വാർത്തെടുക്കാനാവുമെന്നും ഹൈക്കോടതി ഭയപ്പെട്ടു. സത്യമല്ലേ അത്? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. എങ്ങനെ വളരും നല്ലൊരു തലമുറയായിട്ട് എങ്ങനെ കിട്ടും ഈ മക്കളെ? ഇപ്പോഴത്തെ മക്കൾക്ക് അധ്യാപകരെ ബഹുമാനമില്ല, പേടിയില്ല. നേരെ തിരിച്ചാണ്, അധ്യാപകർക്ക് മക്കളെയാണ് പേടി. കാരണം പഠിക്കാത്തതിന്റെ പേരിൽ അല്ലെങ്കിൽ അനുസരണക്കേട് കാണിച്ചതിന്റെ പേരിൽ മക്കൾക്ക് നേരെ ഒന്ന് കണ്ണുരുട്ടി നോക്കിയാൽ പോലും അത് മാനസിക പീഡനമാണ്. ഈ അടുത്ത് വിദ്യാഭ്യാസ മന്ത്രിയുടെ ഒരു നിർദ്ദേശമുണ്ട് അധ്യാപകർക്കും സ്കൂൾ മാനേജ്മെന്റിനും. എന്താണ്? സ്കൂൾ ബസ് ഫീസ് പോലും ക്ലാസ്സിൽ വെച്ചിട്ട് മറ്റുള്ള കുട്ടികളുടെ മുമ്പിൽ വെച്ച് ഒരു കുട്ടിയോടും ചോദിക്കാൻ പാടില്ല. അങ്ങനെയാണ് മക്കൾ വളരുന്നത്. ഒരു സങ്കടം, ഒരു മാനസിക പ്രയാസം ആ മക്കൾക്ക് അറിയുന്നില്ല. ഈ രൂപത്തിൽ വളർന്നു കഴിഞ്ഞാൽ എന്തായിരിക്കും അവസ്ഥ? ആയതുകൊണ്ട് പറയാനുള്ളത് എൻ്റെ പ്രിയപ്പെട്ട അധ്യാപകരോടാണ്, ബസ് ഫീസ് പോലും ക്ലാസ് റൂമിൽ വെച്ച് ചോദിക്കാൻ പാടില്ല എന്ന നിർദ്ദേശം കിട്ടിയ സ്ഥിതിക്ക് ഈ മക്കളിൽ വല്ല കുരുത്തക്കേട് കണ്ടാൽ, അനുസരണക്കേട് കണ്ടാൽ എങ്ങനെ അവർ ചീത്ത പറയും? എങ്ങനെ ശകാരിക്കും? എങ്ങനെ ശിക്ഷിക്കും? ചീത്ത പറഞ്ഞാൽ അത് മാനസിക പീഡനം, വടികൊണ്ട് ചെറുതായി നടിച്ചാൽ അത് ശാരീരിക പീഡനം. ഈ രൂപത്തിൽ വളരുന്ന മക്കള് എങ്ങനെ കോടതി ഭയപ്പെട്ടതുപോലെ എങ്ങനെ നല്ലൊരു തലമുറയെ സൃഷ്ടിച്ചെടുക്കാൻ പറ്റും? ആലോചിച്ച് നോക്കേണ്ടതുണ്ട്. ഈ മക്കൾക്ക് അധ്യാപകർ ശിക്ഷിച്ചതിന് പേരിൽ രക്ഷിതാക്കൾ ചീത്ത പറയുമ്പോൾ ആ മക്കളുടെ മൈൻഡിൽ ആ അധ്യാപകനുള്ള ബഹുമാനം പറ്റേ ഇല്ലാതെയായി പോയി. പിന്നീട് ആ കുട്ടി ഒരു അഹങ്കാരത്തോടെ ആയിരിക്കും ക്ലാസ്സിലിരിക്കുക. കാരണം അധ്യാപകൻ എന്നെ തൊടില്ല, എന്നെ ചീത്ത പറയില്ല, അതിന് ധൈര്യമില്ല, എനിക്ക് ചോദിക്കാനും പറയാനും ആളുണ്ട് എന്നൊരു ധാരണയിലാണ്. ഇങ്ങനെ വളരുന്ന മക്കളിൽ നിന്ന് പിന്നീട് ഒരുപാട് ദുരനുഭവങ്ങൾ അധ്യാപകർ നേരിടുകയാണ്. നിങ്ങൾക്കറിയോ, കഴിഞ്ഞ കലോത്സവത്തിൽ, കുറ്റിപ്പുറത്ത് വെച്ച് നടന്ന കലോത്സവത്തിൽ പെൺകുട്ടികൾ ഡ്രസ്സ് മാറുന്നിടത്ത് ചുറ്റിക്കറങ്ങിയ +1 വിദ്യാർത്ഥികളെ ഒരു അധ്യാപകൻ പിടിച്ചു കൊണ്ടുപോയി പ്രിൻസിപ്പൽ സാറിന്റെ മുമ്പിൽ ഹാജരാക്കി. അവിടെ വെച്ചിട്ട് ഇങ്ങനെ ചോദ്യം ചെയ്തപ്പോൾ ആ പ്രിൻസിപ്പളുടെ മുമ്പിൽ വെച്ചിട്ട് ഷൂവിട്ട കാലുകൊണ്ട് +1 വിദ്യാർത്ഥി സാധുവായ അധ്യാപകനെ നാവിക്ക് ചവിട്ടി. അദ്ദേഹം മലർന്നടിച്ച് വീണു, ഷോൾഡറിന് പരിക്കേറ്റു. നമ്മളൊക്കെ കണ്ടതാണ്, വാർത്ത കണ്ടതാണ്, കേട്ടതാണ്. ഇവിടെ ആ സാധുവായ അധ്യാപകന് ശരീരത്തിന് ഏറ്റ മുറിവിനേക്കാൾ 100 ഇരട്ടി ആ മനുഷ്യന്റെ മനസ്സിനേറ്റിട്ടുണ്ടാവും. കാരണം വിദ്യാർത്ഥികളിൽ നിന്ന് മർദ്ദനമേൽക്കുക എന്നത് ഒരു അധ്യാപകനും, അതുപോലെ മക്കളിൽ നിന്ന് മർദ്ദനമേൽക്കുക എന്ന് പറയുന്നത് ഒരു രക്ഷിതാക്കൾക്കും സഹിക്കാൻ പറ്റുന്ന കാര്യമല്ല. മനസ്സിന് ഏൽക്കുന്ന മുറിവാണ് ഏറ്റവും ആഴം. ശരീരത്തിന് ഏറ്റ മുറിവ് മായിഞ്ഞു പോവും, പക്ഷേ മനസ്സിനേൽക്കുന്ന മുറിവ് അത്ര പെട്ടെന്ന് മായിഞ്ഞു പോവില്ല. ഇതൊക്കെ നമ്മുടെ നാട്ടിൽ നടന്ന ദുരനുഭവങ്ങളാണ്. ആയതുകൊണ്ട് പ്രിയപ്പെട്ട അധ്യാപകർ ചിന്തിക്കുക, രക്ഷിതാക്കൾക്ക് ആത്മാർത്ഥത ഇല്ല എങ്കിൽ നിങ്ങൾ മാത്രം
ആത്മാർത്ഥത കാണിച്ചതുകൊണ്ട് ഒരു കുട്ടിയും നന്നാവാൻ പോകുന്നില്ല. രക്ഷിതാക്കളും അധ്യാപകരും ഒരുമിച്ച് നിന്നിട്ട് ആ മക്കളെ സപ്പോർട്ട് ചെയ്യുമ്പോഴാണ് ഓരോ മക്കളും നന്നാവുകയുള്ളൂ. താങ്ക് യു.